നഗരഹൃദയത്തെ ആശങ്കയിലാഴ്ത്തിയ 5 മണിക്കൂറുകൾ ഇപ്പോൾ ആശ്വാസത്തിന് വകയുണ്ട്. അത്തരത്തിലുള്ള ഏകോപനപരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിലെ ആകെ തന്നെ മറ്റ് ജില്ലകളിലൊക്കെ ഫയർ യൂണിറ്റുകൾ എത്തി. 30ഓളം ഫയർ യൂണിറ്റുകളുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദിവീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്നുള്ള ഫയർ യൂണിറ്റിന് സമീപമാണ്. അതൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ കെട്ടിടത്തിൻ്റെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ആ ഉള്ളിൽ നിന്ന് നമുക്കിപ്പോഴും ആ തീജ്വാല കാണാൻ സാധിക്കുന്നുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഫയർ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ആ ഭാഗത്തു കൂടെ തീ ശമിപ്പിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. സങ്കീർണമായ ഒരു സാഹചര്യം പിന്നിട്ടുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിലേക്ക്, ഈ ശ്രമകരമായ ഈ ഒരു ദൗത്യത്തിന് ഈ ഘട്ടത്തിലേക്ക് എത്താൻ സാധിച്ചത്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് കണ്ടതുപോലെ തന്നെ ഇത്രയധികം യൂണിറ്റുകൾ ശ്രമിച്ചിട്ടും തീ ആളി കത്തുന്ന സാഹചര്യമായിരുന്നു. കാരണം ഈ ഒരു ഫ്രെയിം, തകര ഷീറ്റിന്റെ ഫ്രെയിമാണ് ഈ കെട്ടിടത്തിന്റെ മുകളിൽ. ഇതിനുള്ളിലേക്ക് വെള്ളം എത്താൻ സാധിക്കാത്തതാണ് അവിടെ പ്രയാസമായി മാറിയത്. അപ്പോൾ അത്രയേറെ ശ്രമകരമായിരുന്നു. ഫയർ ഉദ്യോഗസ്ഥർ മുകളിൽ കയറി ഇത് തുറന്നുകൊണ്ടാണ് വെള്ളം ഉള്ളിലേക്ക് അടിച്ചത്. ഈ ഒരു സംഭവം ബാക്കിയാക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ നിരന്തരമായി മിഠായി തെരുവിലെ തീപിടുത്തം ഉൾപ്പെടെ നമ്മുടെ ഉദാഹരണമായി മുന്നിലേക്ക് വരുന്നുണ്ട്. ആവശ്യത്തിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ സജ്ജമാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആ വിമർശനങ്ങളിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പേ പക്ഷേ തന്നെ നമ്മുടെ മുന്നിൽ അതൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്നതാണ്. തീർച്ചയായും അതിനൊരു ഉത്തരം വേണം, അതിനൊരു ഉത്തരം കണ്ടെത്തുകയും വേണം. ഇത്തരം സംഭവങ്ങളുടെ ഉദാഹരണമായി തന്നെ അത് വരികയാണ്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് ഈ ഒരു ദൗത്യം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീ പൂർണ്ണമായി അണച്ചിട്ടില്ല. ഉള്ളിലുള്ള തീ ജ്വാല ഇപ്പോഴും കാണാം. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ആ കെട്ടിടത്തിനുള്ളിലെ തീ ഇപ്പോഴും ആളിക്കത്തുന്നുണ്ട്. പുക മുകളിലേക്ക് ഉയരുന്നുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ ഫയർ ഉദ്യോഗസ്ഥർ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് ഉൾപ്പെടെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഭാഗം കൂടി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം തന്നെയായിരുന്നു. ഏകോപനമുള്ള രാഹുൽ കെയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.